ഹായ് എവറിബഡി. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമേഴ്സിനെ പറ്റിയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജനറലി ഈ ടോപ്പിക്ക് കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എല്ലാ കേസസും എടുത്തുകൊണ്ട് അതിൻ്റെ എക്സാമ്പിൾസും ഡിസ്കസ് ചെയ്തുകൊണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷനിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോർട്ട് കട്ട് കൂടെ പറഞ്ഞു തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്തായാലും നമുക്ക് സെഷനിലേക്ക് കടക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ഐസോമറിസം? A compound having same molecular formula but different structural formula are called what? Isomers, and this phenomenon is called isomerism. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമേഴ്സിനെ കണ്ടിട്ടുണ്ട് അല്ലേ? ലെറ്റ് സേ നമ്മൾ ആൽക്കഹോളും ഈത്തറും അല്ലേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സെയിം മോളിക്കുലാർ ഫോമുലയാണ് അല്ലേ? മോളിക്കുലാർ ഫോമുല എന്ന് പറഞ്ഞാൽ C2H6O എന്ന് വരും. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ നമുക്ക് സ്പെസിഫിക്കലി കോർഡിനേഷൻ കോംപ്ലക്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഐസോമേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. സോ നമ്മൾ ഐസോമറിസത്തിനെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലായാലും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്നും സ്റ്റീരിയോ ഐസോമേഴ്സ് എന്നും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചറൽ ഐസോമേഴ്സിൽ നിങ്ങൾക്ക് 4 ഐസോമേഴ്സ് ആണ് പഠിക്കാനുള്ളത്. വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് 4 ഐസോമേഴ്സിനെ പറ്റി അല്ലെങ്കിൽ 4 ഐസോമറിസത്തിനെ പറ്റി നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. സ്റ്റീരിയോ ഐസോമേഴ്സിനെ എഗെയിൻ നമ്മൾ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് എന്നും പിന്നീട് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് സ്ട്രക്ചറൽ ഐസോമറിസത്തിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. സ്ട്രക്ചറൽ ഐസോമറിസം ഞാൻ പറഞ്ഞതുപോലെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അയോണൈസേഷൻ ഐസോമറിസം, ഹൈഡ്രേഷൻ ഐസോമറിസം, ലിങ്കേജ് ഐസോമറിസം ആൻഡ് കോർഡിനേഷൻ ഐസോമറിസം. ഇത്രയും കാര്യങ്ങളൊക്കെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തേണ്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് അയോണൈസേഷൻ ഐസോമറിസം. സിംപ്ലി അയോണൈസേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് എടുത്താൽ ലെറ്റ്സ് സേ ഞാൻ ഇങ്ങനെ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് എടുക്കുകയാണ്. CONH3 4 SO4 Br. ഓക്കെ, ഇവിടെ എന്തുണ്ടാവും? 2 സ്ഫിയേഴ്സ് ഉണ്ട് അല്ലേ? ദിസ് ഇസ് കോൾഡ് കോർഡിനേഷൻ സ്ഫിയർ ആൻഡ് ദിസ് ഇസ് കോൾഡ് വാട്ട്? അയോണൈസേഷൻ സ്ഫിയർ. ഇനി ഇവരുടെ ഐസോമർ ഞാൻ എഴുതുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നോക്കിക്കോളൂ, CONH3 4 ഈ Br എന്ത് വരും? ഉള്ളിലോട്ട് വരും. ആൻഡ് SO4 എന്തായിരിക്കും? അയോണൈസേഷൻ സ്ഫിയർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇന്റർചേഞ്ച് ഓഫ് ലിഗാൻഡ് സംഭവിക്കുകയാണ് അല്ലേ? ദർ ഇസ് ഇന്റർചേഞ്ച് ഓഫ് ലിഗാൻഡ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ കോർഡിനേഷൻ ആൻഡ് അയണൈസേഷൻ സ്ഫിയർ. ഈ പർട്ടിക്കുലർ ഐസോമറിസത്തിനെയാണ് നമ്മൾ അയോണൈസേഷൻ ഐസോമറിസം എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ നോക്കിക്കോളൂ, ഇതേപോലെ തന്നെ എന്താ PTNH3 4 SO4 ലെറ്റ്സ് സേ Cl2. ഓക്കെ, ഇതിൻ്റെ ഐസോമറിസം, അയണൈസേഷൻ ഐസോമറിസം എങ്ങനെയാണ് നമ്മൾ എഴുതുക? യെസ്, ഇറ്റ് വിൽ ബി PTNH3 4 Cl2 SO4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സിമ്പിൾ അല്ലേ? യെസ്. അടുത്ത ഐസോമറിസം എന്താണ്? ഹൈഡ്രേഷൻ ഐസോമറിസം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാട്ടർ മോളിക്യൂൾ പ്രസന്റ് ഇൻ കോർഡിനേഷൻ ആസ് വെൽ ആസ് അയണൈസേഷൻ സ്ഫിയർ. സിംപ്ലി ഇങ്ങനെയാണെങ്കിലോ ദാ CrH2O6 Cl3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്. ഇതിൻ്റെ ഹൈഡ്രേഷൻ ഐസോമറിസം ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. Cr ഇവിടെ എന്തായിരിക്കും? H2O5 ഒരു Cl ഉള്ളിലോട്ട് വരട്ടെ, എന്ത് ചെയ്യുക? Cl2.H2O. ഓക്കെ, ഇനി വേറൊരു ഹൈഡ്രേഷൻ ഐസോമറിസം എങ്ങനെ എഴുതാം? CrH2O4 Cl2 Cl.2H2O. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രേഷൻ ഐസോമറിസം. ആൻഡ് ഇത് ആക്ച്വലി എന്താണ്? ഹൈഡ്രേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് എന്താണ്? അയോണൈസേഷൻ ഐസോമറിസം തന്നെയാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം അല്ലേ? അയണൈസേഷൻ ഐസോമറിസം, അതായത് ലിഗാൻഡിന്റെ ഇന്റർചേഞ്ച് ആണല്ലോ നടക്കുന്നത്. ഈ Cl ഉള്ളിലോട്ട് വന്നു, H2O പുറത്തേക്ക് പോയി, അയണൈസേഷൻ സ്ഫിയറിലേക്ക് പോയി. അതായത് ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് വാട്ട്? അയോണൈസേഷൻ ഐസോമറിസം. ഇവിടെ വാട്ടർ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഹൈഡ്രേഷൻ ഐസോമറിസം എന്ന് വിളിക്കും. ഇനി വേറെ സോൾവെന്റ് ആണ് വരുന്നതെങ്കിലോ നമ്മളതിനെ സോൾവേഷൻ ഐസോമറിസം എന്നുകൂടെ വിളിക്കും. സോൾവേഷൻ ഐസോമറിസം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നോക്കിക്കോളൂ, സോൾവേഷൻ ഐസോമറിസത്തിന്റെ കേസ് വരുമ്പോൾ സിംപ്ലി നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് CrNH3 6 Cl3. ഇതാ ഇതിൻ്റെ സോൾവേഷൻ ഐസോമറിസം ആണെങ്കിലോ സിംപ്ലി നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. CrNH3 5 Cl എന്ത് ചെയ്യാം? Cl2.NH3. ഇതേപോലെ വാട്ടർ എന്താണോ ചെയ്തത് അതേപോലെ NH3യും ചെയ്യാം. NH3 എന്താണ്? ഒരു സോൾവെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് സോൾവേഷൻ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ലിങ്കേജ് ഐസോമറിസം. ലിങ്കേജ് ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നത് മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആയിരിക്കും. ദാറ്റ് ടു വാട്ട്? ആംഫിഡെൻഡേറ്റ് ലിഗാൻഡ്. എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ
ലെറ്റ്സ് സേ CrNH3 NO2. ഇതെന്തായിരിക്കും? NO2 എന്ന് എഴുതുമ്പോൾ എന്തായിരിക്കും? നൈട്രോ ഗ്രൂപ്പാണ് അല്ലേ? ഇവർ ആക്ട് ചെയ്യുന്നത് എന്തായിട്ടാണ്? നൈട്രോ ഗ്രൂപ്പ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഇവിടെ Br2 വരണം അല്ലേ? Crന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? +3. ഇതിന്റെ ലിങ്കേജ് ഐസോമർസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, CrNH3 ONO എന്ത് വരും? Br2 എന്ന് വരും അല്ലേ? അപ്പോൾ ഇതെന്തായിരിക്കും? ONO എന്ന് പറയുമ്പോൾ നൈട്രേറ്റോ ആംപിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഇനി വേറൊരു എക്സാമ്പിളും കൂടെ നിങ്ങൾക്ക് എഴുതാം. PTNH3 ഇതേപോലെ തന്നെ SCN തയോസയനേറ്റോ അല്ലേ? തയോസയനേറ്റോ ആൻഡ് ഇവിടെ എന്ത് വരും? Cl2 വരും. സോറി, +4 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ Cl3 വരും ആൻഡ് ദിസ് വിൽ ബി PTNH3 എന്ത് വരും? NCS ഐസോ തയോസയനേറ്റ് വരും അല്ലേ? Cl3 എന്ന് വരും. അപ്പോൾ ലിങ്കേജ് ഐസോമറിസം മനസ്സിലായിട്ടുണ്ടല്ലോ. യെസ്. ഇനി ദ ലാസ്റ്റ് വൺ, കോർഡിനേഷൻ ഐസോമറിസം. നോക്കൂ, ദിസ് ടൈപ്പ് ഓഫ് ഐസോമറിസം ടേക്സ് പ്ലേസ് ഇൻ കോമ്പൗണ്ട് ഇൻ വിച്ച് ബോത്ത് കാറ്റയോൺ ആൻഡ് ആനയോൺ ആർ പ്രസന്റ് ആസ് വാട്ട്? കോംപ്ലക്സ്. ഒരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ, എക്സാമ്പിൾ PtCl4 ആൻഡ് CuCN4. ഓക്കെ, ഇതിൻ്റെ കോർഡിനേഷൻ ഐസോമറിസം എന്തായിരിക്കും? ഇവിടെ നോക്കൂ, ബോത്ത് കാറ്റയോൺ ആദ്യം എഴുതുന്ന സ്പീഷീസ് എന്തായിരിക്കും? എപ്പോഴും ദിസ് വിൽ ബി കാറ്റയോൺ ആൻഡ് ദിസ് വിൽ ബി വോട്ട്? ആനയോൺ, റൈറ്റ്? ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ കോർഡിനേഷൻ ഐസോമറിസം എന്തായിരിക്കും? ദാ ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക. ദിസ് വിൽ ബി CuCl4 PtCN4 എന്നുള്ള രീതിയിൽ നമുക്ക് ഇവരുടെ കോർഡിനേഷൻ ഐസോമറിസം എഴുതാൻ പറ്റും. ദീസ് ആർ കോർഡിനേഷൻ ഐസോമറിസം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇന്റർചേഞ്ച് ഓഫ് ലിഗാൻഡ് ആണ് സംഭവിക്കുന്നത് കേട്ടോ. ഇന്റർചേഞ്ച് ഓഫ് ലിഗാൻഡ് ആണ് ഹാപ്പൻ ആവുന്നത്. നിങ്ങൾക്കിവിടെ PT പോയിട്ട് Cu മെറ്റലാണ് ഇന്റർചേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല. ഇവിടെ എന്താണ് ആക്ച്വലി? PTയിൽ എന്തായിരുന്നു? ക്ലോറിൻ ആയിരുന്നു ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? പ്ലാറ്റിനത്തിൽ ഇവിടെ സയനൈഡ് അയോൺ ആണ് ഇപ്പോൾ ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സിമിലർലി കോപ്പറിൽ സയനൈഡ് അയൺ ആയിരുന്നു, ഇപ്പോൾ എന്താണ്? കോപ്പറിൽ ക്ലോറിൻ ആറ്റം ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇന്റർചേഞ്ച് ഓഫ് മെറ്റൽ അല്ല ഹാപ്പൺ ചെയ്യുന്നത്, ഇവിടെ ഹാപ്പൺ ചെയ്യുന്നത് എന്താണ്? ഇന്റർചേഞ്ച് ഓഫ് ലിഗാൻഡ് ആണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറൽ ഐസോമറിസം ഇത്രയേ ഉള്ളൂ. കോർഡിനേഷൻ, ലിങ്കേജ്, ഹൈഡ്രേഷൻ ആൻഡ് അയണൈസേഷൻ ഐസോമറിസം ഫെയർലി സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സ്റ്റീരിയോ ഐസോമറിസം. നോക്കൂ, സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഹാവ് സെയിം മോളിക്കുലാർ ഫോർമുല. ഐസോമറിസം തന്നെയാണ് അല്ലേ? പക്ഷേ ഇവിടെ എന്താണ്? സ്റ്റീരിയോ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. നോക്കൂ, ഇവിടെ സ്റ്റീരിയോ ഐസോമറിസത്തിനെ നമ്മൾ പറഞ്ഞായിരുന്നു, ഇറ്റ് ഈസ് ഫെർദർ ക്ലാസിഫൈഡ് ആസ് വാട്ട്? ജിയോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം. നോക്കൂ, ആദ്യമായിട്ട് നമുക്ക് ജിയോമെട്രിക്കൽ ഐസോമറിസം ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ജിയോമെട്രിക്കൽ ഐസോമറിസം കോർഡിനേഷൻ നമ്പർ 4ന്റെ കേസിലും അതേപോലെ കോർഡിനേഷൻ നമ്പർ 6ന്റെ കേസിലും നമുക്ക് ഡിസ്കസ് ചെയ്യണം. കോർഡിനേഷൻ നമ്പർ 4ന്റെ കേസിൽ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളിലും അതേപോലെ ടെട്രാഹെഡ്രൽ കോംപ്ലക്സുകളിലും നമുക്ക് ജിയോമെട്രിക്കൽ ഐസോമറിസം ഡിസ്കസ് ചെയ്യണം. അതേപോലെ കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിലോ ദാറ്റ് വിൽ ബി ഒക്ടാഹെഡ്രൽ. ഇനി അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ ഐസോമറിസം കോർഡിനേഷൻ നമ്പർ 4 ഡിസ്കസ് ചെയ്യണം നമുക്ക്, അതേപോലെ കോർഡിനേഷൻ നമ്പർ 6. കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. 4ന്റെ കേസിൽ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ പ്ലാനാറും ഡിസ്കസ് ചെയ്യണം, അതേപോലെ തന്നെ ടെട്രാഹെഡ്രലും ഡിസ്കസ് ചെയ്യണം. ആദ്യമായിട്ട് നമുക്ക് കോർഡിനേഷൻ നമ്പർ 4 ഡിസ്കസ് ചെയ്യാം, ജിയോമെട്രിക്കൽ ഐസോമറിസം. ഓക്കെ, നോക്കൂ, ജിയോമെട്രിക്കൽ ഐസോമറിസം നിങ്ങൾ ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സിസ് ട്രാൻസ് ഐസോമറിസം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ആക്ച്വലി ജിയോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടത്? ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് വേണം അല്ലേ? ഇറ്റ് ഷുഡ് ഹാവ് ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ്. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് കാണിക്കണമെങ്കിൽ these complexes must have, നോക്കൂ, ഇതാണ് ഇവിടെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 ഡിഫറെൻറ്റ് ബോണ്ട് ആംഗിൾസ്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതായത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, അറ്റ്ലീസ്റ്റ് 2 ഡിഫറെൻറ്റ് ബോണ്ട് ആംഗിൾസ് ഒരു കോംപ്ലക്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ ജിയോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി നമുക്ക് ടെട്രാഹെഡ്രൽ കോംപ്ലക്സുകളിൽ ഒന്ന് നോക്കാം ജിയോമെട്രിക്കൽ ഐസോമറിസം. നോക്കൂ, ഇവിടെ ഇൻട്രസ്റ്റിംഗ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ടെട്രാഹെഡ്രൽ ഇതാണ് നമ്മുടെ മെറ്റൽ,
ഇത് ഞാൻ L1, L2, L3, L4 എന്ന് ഞാൻ ഡെസിഗ്നേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇവരുടെ ഒക്കെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 109 ഡിഗ്രി 28 മിനിറ്റ് ആണല്ലേ. നോക്കൂ, L1, L2 ആയിട്ടുള്ള ബോണ്ട് ആംഗിൾ, അതേപോലെ L1, L3 നോക്കൂ, ഈ ബോണ്ട് ആംഗിൾ എത്ര തന്നെയാണ്? ഇത് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആണല്ലേ. ഇത് എത്രയാണ്? 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. അതേപോലെ നോക്കൂ, L1, L4 എത്രയാണ്? 109 ഡിഗ്രി 28 മിനിറ്റ്. പിന്നെ ഏതാണ്? L2, L3 എല്ലാ ബോണ്ട് ആംഗിൾസും എത്ര തന്നെയാണ്? 109 ഡിഗ്രി 28 മിനിറ്റ് തന്നെയാണ്. ഓക്കെ, ഇനി ലെറ്റ്സ് സേ ഞാൻ ഇന്റർചേഞ്ച് ചെയ്യുകയാണ്. അതായത് ഇവിടെ L1 ആണല്ലോ ഉള്ളത്, ഇവിടെ L3 ആണ്. ലെറ്റ്സ് സേ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടേക്ക് ഞാൻ ഇന്റർചേഞ്ച് ചെയ്യാണ്. ഈ L3യെ ഞാൻ എന്ത് ചെയ്യുന്നു? L1ലേക്ക് ഇന്റർചേഞ്ച് ചെയ്യുന്നു. രണ്ട് ലിഗാൻഡിനെ ഞാൻ ഇന്റർചേഞ്ച് ചെയ്യുന്നു. ബാക്കി അത് ഇതാ L4, L2. ഇപ്പോഴും നിങ്ങൾ നോക്കിയേ, ഇതേപോലെ ഞാൻ എഴുതുകയാണെങ്കിൽ L1, L2ൻ്റെ ബോണ്ട് ആംഗിൾ നിങ്ങൾ പറഞ്ഞേ. L1, L2ൻ്റെ ബോണ്ട് ആംഗിൾ ഇപ്പോഴും എത്ര തന്നെയാണ്? ഇതാ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. അടുത്ത എന്താ ഞാൻ എഴുതിയത്? L1, L3 എഴുതിയിട്ടുണ്ട്. L1, L4 നോക്കൂ, L1, L4 അതേപോലെ L2, L3 ഇതൊക്കെ എന്താണ്? ഇതാ L2, L3 എത്രയാണ്? 109 ഡിഗ്രി 28 മിനിറ്റ്. L1, L4 എത്രയാണ്? നോക്കൂ, L3, L4 എല്ലാ ബോണ്ട് ആംഗിളും ഈവൺ ആഫ്റ്റർ ഇന്റർചേഞ്ചിങ് പോലും ഇവിടെ എത്രയാണ്? ബോണ്ട് ആംഗിൾ എത്രയാണ് വരുന്നത്? 109 ഡിഗ്രി 28 മിനിറ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് കിട്ടത്തില്ല നമുക്ക്? ഇന്റർചേഞ്ച് ചെയ്താൽ പോലും നമുക്ക് ഡിഫറെൻ്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് വരത്തില്ല. ഓക്കെ, സിംപ്ലി നമുക്ക് എന്ത് പറയാം? സിംപ്ലി നമുക്ക് പറയാം ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ഡു നോട്ട് ഷോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഡു നോട്ട് ഷോ GI. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? അതായത് നിങ്ങൾ ലിഗാൻഡിനെ ഇന്റർചേഞ്ച് ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല? ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് കിട്ടത്തില്ല. ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് കിട്ടത്തില്ലെങ്കിൽ അതെന്താണ്? ഇറ്റ് ഡു നോട്ട് ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ 2 ഡിഫറെന്റ് ബോണ്ട് ആംഗിൾസ് വേണം അല്ലേ? പക്ഷെ ഇവിടെ ഡിഫറെന്റ് ബോണ്ട് ആംഗിൾസ് ഉണ്ടോ? എല്ലാ ബോണ്ട് ആംഗിളും, ഓൾ ബോണ്ട് ആംഗിൾസ് ഇൻ ടെട്രാഹെഡ്രൽ എത്രയാണ്? 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജിയോമെട്രിക്കൽ ഐസോമറിസം ഇൻ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആണ്. അഗെയിൻ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 4 ആണ്. ലെറ്റ്സ് സേ ഞാൻ പറയാണ് ദിസ് ഇസ് മൈ മെറ്റൽ ആൻഡ് നോക്കൂ, ലിഗാൻഡ് 1, 2, 3, 4. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ L1 ഉണ്ടാകും, വി ഹാവ് L2 ഓവർ ഹിയർ, L3 ഓവർ ഹിയർ ആൻഡ് L4 ഓവർ ഹിയർ. നോക്കൂ, ഇവിടെ ബോണ്ട് ആംഗിൾസ് നോക്കൂ, L1, L2ൻ്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അതേപോലെ L2, L3 പിന്നെന്താണ്? L3, L4, L1, L4. ഓക്കെ, ഇത്രയും ബോണ്ട് ആംഗിൾസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നോക്കൂ, ഇത്രയും ബോണ്ട് ആംഗിൾസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? നൗ ഫോർ ദ ടൈം ബീയിങ് ഞാൻ ഈ ബോണ്ട് ആംഗിൾസ് ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, L1, L3മായിട്ടുള്ള ബോണ്ട് ആംഗിൾ എത്രയാണ്? L1, L3 എത്രയായിരിക്കും? ഇതാ 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? അതേപോലെ നിങ്ങൾ പറയൂ L2, L4 തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ട് ഡിഫറെൻറ്റ് ബോണ്ട് ആംഗിൾസ് ഉണ്ട് അല്ലേ? രണ്ട് ഡിഫറെൻറ്റ് ബോണ്ട് ആംഗിൾസ് ഉണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം? ജിയോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യാം. ജിയോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ആര് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്? സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സും ജിയോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യോ? ഇല്ല. ഡിപ്പെൻഡിങ് ഓൺ ദി കേസ് നമ്മൾ പലതരത്തിലുള്ള കേസസ് നോക്കും. ഡിപ്പെൻഡിങ് ഓൺ ദി കേസ് നമ്മൾ എന്ത് ചെയ്യും? ജിയോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കിക്കാണാം. നോക്കാം നമുക്ക്. ഫസ്റ്റ് കേസ് നോക്കൂ, നമുക്ക് നോക്കേണ്ടത് MA4 ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, M ഇങ്ങനെ എഴുതുക. നിങ്ങൾ രണ്ട് ലിഗാൻഡിനെ നിങ്ങളിങ്ങനെ ബ്രാക്കറ്റ് ആയിട്ട് എഴുതുക. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആക്ച്വലി എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി നോക്കൂ. ഇതാ ഇനി ഇവിടെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇതാ ഏത് തന്നെയായിട്ടല്ലേ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്? അപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമോ? ഇൻ്റർചേഞ്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് കിട്ടുമോ? നോക്കൂ, ഇവിടെ നോക്കിയേ, M ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. A ഇവരെ ഇവിടെ ഇൻ്റർചേഞ്ച് ചെയ്താലാണ് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് കിട്ടുക? ഇല്ല അല്ലേ? അതായത് MA4 ഡു നോട്ട് ഷോ വാട്ട്? ഡു നോട്ട് ഷോ ജിയോമെട്രിക്കൽ ഐസോമറിസം. ഓക്കെ, ഇനി ഇതേപോലെ കേസ് 2 and 3 നോക്കിക്കോളൂ. MA3B ഇങ്ങനെയാണെങ്കിലോ? ഒന്ന് നോക്കിയേ നിങ്ങൾ. ഇതാ M ഞാൻ ഇതേപോലെ ബ്രാക്കറ്റ് ആയിട്ട് എഴുതുകയാണ്. ഓക്കെ, നോക്കിക്കോളൂ,
എ എ എന്നെഴുതി, അതേപോലെ എ ബി എന്നെഴുതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്യാണ്. എയും ബിയും ഞാൻ എന്ത് ചെയ്യാണ്? ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ എന്തായിരിക്കും? എം എ ബി എ എ എന്നായില്ലേ? ഇതാ ഈ എ ഇങ്ങോട്ട് വന്നു. ഓക്കെ, എപ്പോഴും ഇവരുടെ കോൺഫിഗറേഷൻ നോക്കിയാൽ നിങ്ങൾ സെയിം അല്ലേ? എ ബി അല്ലേ? അതായത് ഇവരും എന്ത് ചെയ്യത്തില്ല? ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യത്തില്ല. അതായത് സിംപ്ലി നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ഇവിടെ ഇൻ്റർചേഞ്ച് ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല? പുതിയൊരു സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. പുതിയൊരു സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് കിട്ടത്തില്ലെങ്കിൽ MA3Bയും എന്ത് ചെയ്യത്തില്ല? നോ ജോമെട്രിക്കൽ ഐസോമറിസം. അതേപോലെ തന്നെയുള്ള കേസാണ് MAB3. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അതായത് ലിഗാൻഡ് ഇങ്ങോട്ട് ജസ്റ്റ് മാറ്റിയാൽ മതി, സെയിം സിമ്പിളാണ് അല്ലേ? അപ്പോൾ MA4ഉം എക്സിബിറ്റ് ചെയ്യത്തില്ല. കാര്യങ്ങൾ മനസ്സിലാക്കണം. MA4 എക്സിബിറ്റ് ചെയ്യത്തില്ല. അതേപോലെ MA3B അല്ലെങ്കിൽ MAB3 രണ്ടുപേരും എന്ത് ചെയ്യത്തില്ല? എക്സിബിറ്റ് ചെയ്യത്തില്ല. ഇനി നാലാമത്തെ കേസ് നോക്കിക്കോളൂ. ദിസ് വിൽ ബി MA2B2. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. നമുക്ക് എപ്പോഴും എക്സാമിന് ഇങ്ങനെ വരച്ച് നോക്കാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓപ്പോസിറ്റ് ലിഗാൻഡ് എടുത്തിട്ട് ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. എന്നിട്ട് ഇൻ്റർചേഞ്ച് ചെയ്തോളൂ. ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതാ ഈ എയും ബിയും എന്ത് ചെയ്യുക? ഇൻ്റർചേഞ്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിയേ നിങ്ങൾ, MAABB എന്ന് കിട്ടത്തില്ലേ? യെസ്. അപ്പോൾ എന്തായി? ഇവിടെ എന്താണ്? ദീസ് ആർ 2 ഡിഫറെൻ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് അല്ലേ? സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ഷോ വാട്ട്? ജോമെട്രിക്കൽ ഐസോമറിസം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോക്കിക്കോളൂ. ആദ്യത്തെ എന്താ ഞാൻ എഴുതിയത്? എയും ബിയും എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ദിസ് ഇസ് എ, ദിസ് ഇസ് ബി. അതേപോലെ എ ബി ഓപ്പോസിറ്റ് ആണ് അല്ലേ? ഇനി രണ്ടാമത്തെ നോക്കിയേ, എയും ഓപ്പോസിറ്റ് ആണ് അല്ലേ? എയും ഓപ്പോസിറ്റ് ആണ്. അതേപോലെ ബിയും എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ബിയും ബിയും ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് 2 ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് കിട്ടി. ഇനി ഒരു കാര്യം നോക്കി നിങ്ങൾ, എ സെയിം സൈഡിലാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സെയിം ലിഗാൻഡ് സെയിം സൈഡിലാണെങ്കിൽ നമ്മൾ ഇവരെന്ത് വിളിക്കും? സിസ് എന്ന് വിളിക്കും. ഇനി സെയിം ലിഗാൻഡ് ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ ഇവരെന്ത് വിളിച്ചു പോരുമായിരുന്നു? ട്രാൻസ് എന്ന് വിളിച്ചു പോരുമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ഇനി ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുകയാണ്, ഡ്രോ ദ ജോമെട്രിക്കൽ ഐസോമറിസം ഓഫ് PTNH3 ട്വൈസ് Cl2. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരച്ചുകൂടെ? യെസ്, ദിസ് വിൽ ബി സിസ് കോൺഫിഗറേഷൻ എന്തായിരിക്കും? NH3 സെയിം ലിഗാൻഡ് എന്ത് ചെയ്യുക? സെയിം സൈഡിൽ വരക്കുക. ദിസ് വിൽ ബി യുവർ സിസ് പ്ലാറ്റിൻ. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? സിസ് പ്ലാറ്റിൻ. ആൻഡ് ട്രാൻസ് ആണെങ്കിലോ? യെസ്, ഇങ്ങനെ വരക്കാം അല്ലേ? NH3 Cl and Cl. ഓക്കെ, ദിസ് ഇസ് കോൾഡ് വാട്ട്? ട്രാൻസ് പ്ലാറ്റിൻ. ആൻഡ് നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടോ? സിസ് പ്ലാറ്റിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആൻറ്റി ക്യാൻസർ ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ഒരാളാണ് എന്ത്? സിസ് പ്ലാറ്റിൻ. ഓൾറൈറ്റ്, ഇനി അടുത്ത കേസ് MA2B2 ഡിസ്കസ് ചെയ്തു. ഇനി എന്താണ്? MA2BC. ഓക്കെ, MA2BC ആകുമ്പോൾ നിങ്ങളൊന്ന് വരച്ചു നോക്കി. ഇങ്ങനെ MAA വരച്ചു നോക്കുക, BC. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഇതാ ഇൻ്റർചേഞ്ച് ചെയ്തോളൂ. ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? MAB എന്ത് കിട്ടും? AC എന്ന് കിട്ടും അല്ലേ? അതായത് എഗെയിൻ നമുക്ക് 2 ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് കിട്ടി. അതായത് ഇവർ എത്ര ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും? 2 ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് വരച്ചു നോക്കിയാൽ മതി. എ എന്താണ്? ഓപ്പോസിറ്റ് ആണ് അല്ലേ? ഇവിടെ നോക്കൂ, എ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? BC ഓപ്പോസിറ്റ് ആണ്. അതേപോലെ ഇവിടെയാണെങ്കിലോ ഇതാ MAB എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഇവിടെ എന്തായിരിക്കും? AC എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി കേസ് 6 നമ്മൾ നോക്കൂ. MA2BC കഴിഞ്ഞു. ഇനി എന്താണ്? MABCD ആണ് നമ്മൾ ഇനി നോക്കുന്നത്. നോക്കിക്കോളൂ, MAB ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കുക. ഇനി എന്താണ്? CD ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കുക. ഇനി ഇൻ്റർചേഞ്ച് ചെയ്യാണ്. ബിയും സിയും എന്താണ്? ഇൻ്റർചേഞ്ച് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും കിട്ടുക? യെസ്, ഐ വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ACBD എന്ന് എനിക്ക് കിട്ടും. ഇനി എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ഇൻ്റർചേഞ്ച് ചെയ്തൂടെ? നോക്കി, ഈ ബിയും ഡിയും എനിക്ക് ഇൻ്റർചേഞ്ച് ചെയ്തൂടെ? അങ്ങനെയാണെങ്കിലോ എനിക്ക് എന്ത് കിട്ടും? ഇതാ MAD കിട്ടും. അതേപോലെ CB എന്ന് കിട്ടും. അതായത് എനിക്ക് എത്ര ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ടാവും? 3 ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ടാവും. ഇനി ഇവരുടെ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കിയാലോ? നോക്കിയേ, സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതാ
എം എൻ്റെ ഓപ്പോസിറ്റ് ബി, ഫസ്റ്റാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. എൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ബി. ഓക്കെ, ഇനി എന്താണ്? സിൻ്റെ ഓപ്പോസിറ്റ് ഡി. ഓക്കെ, അതേപോലെ എൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സി ആണ്. ഇനി ബിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡി ആണ്. ഓക്കെ, അതേപോലെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വരക്കാൻ പറ്റുമല്ലോ. യെസ്, തേർഡ് കേസും നമുക്ക് ഈസി ആയിട്ട് വരക്കാൻ പറ്റും. എം എ ഡി എന്തായിരിക്കും? ബി സി എന്നുള്ള രീതിയിൽ നമുക്ക് വരക്കാൻ പറ്റും. ഈ 3 സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്തു? വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കിക്കോളൂ. PT NH3 എന്തായിരിക്കും? NH2CH2, അതായത് ഇത് തന്നെയായിരിക്കും. അതേപോലെ ClBr. നോക്കൂ, ഇതെന്താണ്? ദിസ് ഇസ് എ, ദിസ് ഇസ് ബി, സി, ഡി. എല്ലാം എന്താണ്? ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? എത്ര ജോമെട്രിക് ഐസോമർസ് നമുക്ക് തരും? 3 ജോമെട്രിക് ഐസോമർസ് നമുക്ക് എക്സിബിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. 3 ജോമെട്രിക്കൽ ഐസോമറിസം. ഇനി കേസ് 7 നോക്കുക. ഇവിടെ എന്തായിരിക്കും? MAB ട്വൈസ്, അതായത് ഇതെന്തായിരിക്കും? ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണ്. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക? ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ്. ആൻഡ് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ദിസ് ഇസ് ആക്ച്വലി എന്താണ്? അൺസിമെട്രിക്കൽ ആണ് അല്ലേ? AB എന്നാണ് എഴുതിയത്. അൺസിമെട്രിക്കൽ ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണ്. A എന്ന് എഴുതുകയാണെങ്കിൽ നമ്മൾ പറയും സിമെട്രിക്കൽ ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ്. നോക്കിക്കോളൂ, അങ്ങനെയാണെങ്കിൽ MAB ഇതാ ഇങ്ങനെയല്ലേ ഉണ്ടാകുക? AB ഇതേപോലെ AB. ഓക്കെ, ഇത് ഒരു അറേഞ്ച്മെൻറ്റ്. ഇനി അടുത്ത അറേഞ്ച്മെൻറ്റ് എങ്ങനെയായിരിക്കും? നോക്കിക്കോളൂ, ഇതാ AB. ഇവരെപ്പോഴും എന്തായിരിക്കും? അടുത്തടുത്തായിരിക്കും അല്ലേ? AB എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. ഇനി നോക്കൂ, ഇവിടെയാണെങ്കിലോ AB. ഇതെന്താണ്? AA എന്താണ്? തൊട്ടടുത്താണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്ത് കോൺഫിഗറേഷനാണ്? സിസ് കോൺഫിഗറേഷനാണ്. ഇത് നോക്കിയേ, AA എന്താണ്? ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ട്രാൻസ് കോൺഫിഗറേഷനാണ്. അതായത് ഇവരും എന്ത് ചെയ്യും? 2 ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഡ്രോ ദ ജോമെട്രിക്കൽ ഐസോമറിസം ഓഫ് PTGLY ഗ്ലൈസിനേറ്റോ. ഓർമ്മയുണ്ടോ ഗ്ലൈസിനേറ്റോ? ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്ട്രക്ചറിൽ, ബേസിക്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഗ്ലൈസിനേറ്റോയുടെ സ്ട്രക്ചർ. NH2CHO2CO-. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇങ്ങനെയായിരിക്കും വരിക. PTNH2 എന്തായിരിക്കും? CH2COO- എന്ന് വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും അല്ലേ? ദിസ് ഇസ് വൺ തിങ്. NH2 ഇവിടെ എന്ത് വരും? CH2COO- അല്ലേ? അപ്പോൾ നോക്കിയേ നിങ്ങൾ, ഇതാ ഈ NH2ഉം NH2 എന്താണ്? സിസ്, അഡ്ജസൻറ്റ് പൊസിഷനിലാണ് അല്ലേ? ഓക്കെ, ഈ NH2ഉം NH2 എന്താണ്? അഡ്ജസൻ്റ് ആണ്. അതേപോലെ ഇവിടെ നോക്കിയേ, അപ്പോൾ ഇതെന്തായിരിക്കും? സിസ്. ഇനി ഇതിൻ്റെ ട്രാൻസ് വരയ്ക്കുകയാണെങ്കിലോ, നോക്കിയേ, സിമ്പിളായിട്ട് വരക്കാം അല്ലേ? അൺസിമെട്രിക്കൽ ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണ്. CH2COO-. ഇതാ ഇങ്ങനെ വരും. ഇനി ട്രാൻസ് വരയ്ക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി NH2CH2COO- അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഇതെന്തായിരിക്കും? ട്രാൻസ് കോൺഫിഗറേഷൻ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓൾറൈറ്റ്, ഓക്കെ. ഇനി അതേപോലെ നമ്മുടെ MAA ടോയ്സ് ആണെങ്കിലോ, ഇതെന്തായിരിക്കും? ദിസ് വിൽ ബി സിമെട്രിക്കൽ ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ്. ദിസ് വിൽ ബി സിമെട്രിക്കൽ ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? നോക്കിയേ, സിമെട്രിക്കൽ ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണെങ്കിലോ, ദിസ് വിൽ ബി ലൈക്ക് ദിസ്, റൈറ്റ്? MAA ട്വൈസ്. അതായത് ഇവരെ ഇൻ്റർചേഞ്ച് ചെയ്താലും നമുക്ക് ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് കിട്ടുമോ? ഇല്ല, വിൽ നോട്ട് ഗെറ്റ് ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? നോ ജോമെട്രിക്കൽ ഐസോമറിസം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കേസുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. നോക്കൂ, കേസസിൽ ആദ്യത്തെ കേസ് എന്തായിരുന്നു? MA4 അല്ലേ? MA4ൽ എത്ര ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ടായിരുന്നു? എക്സിബിറ്റ് ചെയ്യുന്നില്ല, 0. ഇനി ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാണ്. അതായത് ഒരു എയെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ബി കൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. അപ്പോഴും MA3Bയിലും എന്തായിരുന്നു? 0. ഇനി ഇവിടെ എന്തായിരിക്കും? MA2B2. ഓക്കെ, A2B2യിൽ എന്തായിരുന്നു? യെസ്, ഇവരെന്ത് ചെയ്യുന്നു? 2 ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഈ ബിയെ ഞാൻ എന്ത് ചെയ്യുന്നു? വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ദാറ്റ് ഈസ് MA2BC. എഗെയിൻ ഇവരെത്രയായിരുന്നു? 2. ഇനി എന്താണ്? A2നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ABCD. ഓക്കെ, ഇവരെത്ര ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു? 3 എണ്ണം എക്സിബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനി MAB ട്വൈസ്
ഇവരെന്തായിരുന്നു? അൺസിമെട്രിക്കൽ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആയിരുന്നു. എത്ര ജോമെട്രിക്കൽ ഐസോമേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു? 2 എണ്ണം എക്സിബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് വോട്ട്. ഇതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി. MABCD എത്ര ജോമെട്രിക്കൽ ഐസോമേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്? 3 എണ്ണം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഇനി MAA ട്വൈസ് എന്തായിരുന്നു? ഇവർ ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് സ്ക്വയർ പ്ലാനാറിൻ്റെ കേസസ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, MABCD എത്രയായിരിക്കും? 3 ആയിരിക്കും. ബാക്കിയുള്ളവരൊക്കെ എത്രയാണ് തരുന്നത്? 2 ആണ് തരുന്നത്. അതിൽ MA4, A3B, MAA ട്വൈസ് ഇവരൊക്കെ ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നില്ല. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് MAB3 എന്നുകൂടെ എഴുതി ചേർക്കാം. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജോമെട്രിക്കൽ ഐസോമറിസം ഇൻ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോർഡിനേഷൻ നമ്പർ 6, അതായത് ഒക്ടാഹിഡ്രൽ കോംപ്ലക്സിൽ ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കി കാണാം. നോക്കൂ, ഇവിടെയും ദിസ് ഇസ് മൈ L1, L2, L3, L4, L5 ആൻഡ് L6. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യും? 2 ഡിഫറെൻറ്റ് ബോണ്ട് ആംഗിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ഇവിടെ നോക്കുകയാണെങ്കിൽ L1, L4 ഇവിടെ എത്രയാണ് ബോണ്ട് ആംഗിൾ? 180 ഡിഗ്രിയാണ്. അതേപോലെ L2, L3 ഒക്കെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ L3, L4 ഒക്കെ എടുക്കുകയാണെങ്കിലോ അവിടെ എന്തായിരിക്കും? ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഇത് പ്ലെയിനിലുള്ള ആറ്റംസ് ആണ് അല്ലേ? ലിഗാൻസ് ആണ് L6, L2, L5, L3 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 2 ഡിഫറെൻറ്റ് ബോണ്ട് ആംഗിൾസ് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ദർ ആർ 2 ഡിഫറെൻറ്റ് ബോണ്ട് ആംഗിൾസ്. 2 ഡിഫറെൻറ്റ് ബോണ്ട് ആംഗിൾസ് ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ദേ വിൽ എക്സിബിറ്റ്, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് വിൽ എക്സിബിറ്റ് വോട്ട്? ജോമെട്രിക്കൽ ഐസോമറിസം. പക്ഷേ ദാറ്റ് ടു ഡിപ്പെൻഡിങ് ഓൺ ദി കേസസ്. ഡിപ്പെൻഡിങ് ഓൺ കേസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസസ് ഒന്ന് നോക്കി നോക്കാം. ഒരുപാട് കേസസ് ഉണ്ട്, അത് നമുക്ക് ഷോർട്ട് ട്രിക്ക് വെച്ചിട്ട് പഠിക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ MA6, അതായത് ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആണ്. ML6 എന്നുള്ള രീതിയിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? MAA നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ AA അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവരെ ഇൻ്റർചേഞ്ച് ചെയ്താലും യാതൊരു കാര്യവും ഇല്ല. അതായത് ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് കിട്ടത്തില്ല. അപ്പോൾ എന്ത് പറയാം? നോ ജോമെട്രിക്കൽ ഐസോമറിസം. ഇനി MA5B ഇങ്ങനെയാണെങ്കിലോ? ഇങ്ങനെയാണെങ്കിലും നിങ്ങൾ നോക്കിയേ, AB. ഓക്കെ, ഇവരെ ഇൻ്റർചേഞ്ച് ചെയ്താലോ? ഇൻ്റർചേഞ്ച് ചെയ്തതുകൊണ്ടും കാര്യമില്ല. അതായത് ഇവരും എന്ത് ചെയ്യത്തില്ല? നോ ജോമെട്രിക്കൽ ഐസോമറിസം. അതായത് MA6ഉം തരത്തില്ല, അതേപോലെ MA5Bയും നമുക്ക് തരത്തില്ല. ഇനി അടുത്ത കേസ് ഒന്ന് നോക്കി നോക്കാം. MA4B2. MA4B2 ആണെങ്കിലോ? നമുക്കൊന്ന് ഇതേപോലെ എഴുതി നോക്കാം. MAA ഓക്കെ, ഇവരെ ഇൻ്റർചേഞ്ച് ചെയ്ത് നോക്കിയേ, ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്തോളൂ. അങ്ങനെയാണെങ്കിലോ നോക്കിയേ, MAA അതേപോലെ എന്തുണ്ടാവും? AB അല്ലേ? അതായത് ഇവിടെ എന്തുണ്ട്? 2 ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കാം. നോക്കിക്കോളൂ, A ആൻഡ് ഓപ്പോസിറ്റ് A ആണ് അല്ലേ? ട്രാൻസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വരക്കാം. അതേപോലെ A ആൻഡ് ഓപ്പോസിറ്റ് A ആയിരിക്കും. ഇനി ഇവിടെ എന്തായിരിക്കും? B ആൻഡ് ഓപ്പോസിറ്റ് B ആയിരിക്കും അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഒക്ടാഹെഡ്രലിനെ റെപ്രസെൻറ്റ് ചെയ്യാറ്. ഇങ്ങനെ. സോ ദിസ് ഓക്കെ, ഓൾ റൈറ്റ്. ഇനി നോക്കിക്കോളൂ, ഇതെന്തായിരിക്കും കോൺഫിഗറേഷൻ? ബിൻ്റെ ഓപ്പോസിറ്റ് B ആണ്, എൻ്റെ ഓപ്പോസിറ്റ് A ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ട്രാൻസ് കോൺഫിഗറേഷൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. രണ്ടാമത്തെ കേസ് ഒന്ന് എഴുതി നോക്കി. എൻ്റെ ഓപ്പോസിറ്റ് A ആണ് അല്ലേ? എൻ്റെ ഓപ്പോസിറ്റ് A ആണ്. പിന്നെ എയുടെ ഓപ്പോസിറ്റ് എന്താണ്? B ആണ്. അതേപോലെ എൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? B ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെന്ത് വിളിക്കാം നമുക്ക്? സിസ് കോൺഫിഗറേഷൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ദിസ് ഇസ് ആക്ച്വലി എന്താണ്? സ്ക്വയർ ബൈപിരമിഡൽ അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ എന്നൊക്കെ നമ്മൾ വിളിക്കും. ഇതാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ. ഇതെന്തായിരിക്കും? സിസ് കോൺഫിഗറേഷൻ ആയിരിക്കും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വെക്കുക, MA6, MA5B ഇവരെന്ത് ചെയ്യത്തില്ല? ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യത്തില്ല. പക്ഷേ MA4B2 എന്ത് ചെയ്യും? എക്സിബിറ്റ് ചെയ്യും. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെയായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കുക, CONH3,4Cl2 എത്ര ജോമെട്രിക്കൽ ഐസോമറിസം തരും? ഹൗ മെനി ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും, അല്ലെങ്കിൽ ഇവർ കാണിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ്? നോക്കൂ, ദിസ് ഇസ് എ കേസ് ഓഫ് വോട്ട്? MA4B2. അങ്ങനെയാണെങ്കിൽ ഇവരിങ്ങനെ കാണിക്കും, CO
NH3 നോക്കൂ, CONH3. നമ്മുടെ ആദ്യം ട്രാൻസ് കോൺഫിഗറേഷൻ നമുക്ക് എഴുതി നോക്കാം. ദിസ് ഈസ് ദി ട്രാൻസ് കോൺഫിഗറേഷൻ. ഓക്കെ, CL. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ദാ ഇങ്ങനെ, ഇത് സ്ക്വയർ പ്ലാനർ ആയിരിക്കും. ഒക്ടാഹെഡ്രൽ വരക്കണമെങ്കിൽ ദാ ഇങ്ങനെ നമ്മൾ വരച്ചാൽ മതി. ഓക്കെ, ഇനി സിസ് കോൺഫിഗറേഷൻ ആണെങ്കിലോ നോക്കിക്കോളൂ, CONH3 CL. ഇവിടെ എന്തായിരിക്കും? CL ഉണ്ടാവും, അതേപോലെ NH3 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കോൺഫിഗറേഷൻ വരയ്ക്കാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് വാട്ട്? ദിസ് ഈസ് സിസ് കോൺഫിഗറേഷൻ. ദിസ് ഈസ് ദി ട്രാൻസ് കോൺഫിഗറേഷൻ. ഓക്കെ, ഇനി നോക്കിക്കോളൂ, MA3B3. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ MA3B3 എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും. M ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സ്ക്വയർ പ്ലാനാറിൽ ഉണ്ടാവും. അതേപോലെ ഇവിടെ എന്തായിരിക്കും? ഇതാ ഇങ്ങനെയായിരിക്കും ഒക്ടാഹെഡ്രൽ കാണപ്പെടുക, അല്ലേ? അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ എന്തുണ്ടാവും? ദിസ് ഇസ് A ആൻഡ് ദിസ് ഇസ് വാട്ട്? B ആൻഡ് B. ഓക്കെ, ഇങ്ങനെയായിരിക്കും. ഇവിടെ ഇങ്ങനെ വരച്ചത് കൊണ്ടൊരു കാര്യമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. ഇവർ എക്സിബിറ്റ് ചെയ്യുന്ന ഐസോമറിസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ യെല്ലോ ഏസ് നോക്കി നിങ്ങൾ, സെയിം ലിഗാൻഡ് ആണല്ലേ? ഈ സെയിം ലിഗാൻഡ് ഈ ഒക്ടാഹെഡ്രോണിൻ്റെ മെരിഡിയണിലാണ് ലൈ ചെയ്തിരിക്കുന്നത്. ഇതാ ഈ ഒക്ടാഹെഡ്രോണിൻ്റെ മെരിഡിയണിലാണ് ലൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിതിനെ മെറിഡിയോണൽ ഐസോമർ എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഇവരെന്ത് വിളിക്കും? മെർ ഐസോമർ എന്ന് നമ്മൾ വിളിക്കും. ഇവിടെ ഞാൻ ഇതിൻ്റെ ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്. when 3 donor atoms of the same ligand occupy the meridian of the octahedral, we get what? Meridional isomer. നോക്കൂ, ഒക്ടാഹെഡ്രലിൻ്റെ മെറിഡിയനിലാണ് ലൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിതിനെ മെർ ഐസോമർ എന്ന് വിളിക്കും. ഇനി അതേപോലെ നമുക്കൊരു ഫേഷ്യൽ ഐസോമർ അല്ലെങ്കിൽ ഫാക്ക് ഐസോമർ എന്ന് പറഞ്ഞിട്ടൊരു ഐസോമർ ഉണ്ട്. അതിങ്ങനെയായിരിക്കും കേട്ടോ. അത് ഇങ്ങനെയായിരിക്കും, MAA ലൈക്ക് ദിസ്. ഓക്കെ, എന്തായിരിക്കും? ഇനി B. ഓക്കെ, ഇങ്ങനെ ലൈ ചെയ്യുകയാണെങ്കിൽ നോക്കിക്കോളൂ, ഇതാ ഈ ഒക്ടാഹെഡ്രോണിൻ്റെ അഡ്ജസൻറ്റ് കോർണറിൽ സെയിം ലിഗാൻഡ് ആണെങ്കിൽ നോക്കിയാൽ നിങ്ങൾ ഇതാ ഇങ്ങനെ നമുക്ക് വരച്ചുകൂടെ? യെസ്, ഇങ്ങനെ നമുക്കൊരു ഇങ്ങനെ വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു പ്ലെയിന് കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫേഷ്യൽ ഐസോമർ അല്ലെങ്കിൽ ഫാക്ക് ഐസോമർ എന്ന് നമ്മൾ വിളിച്ചു പോരുന്നത്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഇവിടെയും വരക്കാം. ദാ നോക്കിക്കോളൂ, ദാ ഇങ്ങനെ നമുക്ക് ഇവിടെയും ഫാക്ക് ഐസോമർ വരയ്ക്കാം. ഓക്കെ, രണ്ടെണ്ണം പ്ലെയിനിലായിരിക്കും, ഒരാൾ എന്തായിരിക്കും? അപ്പോ അല്ലെങ്കിൽ ഡൗൺ പൊസിഷനിലോ ആയിരിക്കും. അതിൻ്റെ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, when 3 donor atoms of the same ligand occupy adjacent position at the corner of octahedral. നോക്കിയേ, ദാ അഡ്ജസൻറ്റ് പൊസിഷൻ ആണല്ലേ, കോർണറിൽ, ഒക്ടാഹെഡ്രലിൻ്റെ കോർണറിൽ ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ ദാ ഒരു കോർണർ, 2 കോർണർ, 3 കോർണർ അഡ്ജസൻറ്റ് പൊസിഷനിലാണെങ്കിൽ നമ്മൾ ഇവരെ എന്ത് വിളിക്കും? ഫേഷ്യൽ ഐസോമർ അല്ലെങ്കിൽ ഫാക്ക് ഐസോമർ എന്ന് വിളിക്കും. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നോക്കൂ, ഡ്രോ ദി ജോമെട്രിക്കൽ ഐസോമറിസം ഓഫ് CONH3NO2 ത്രൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഗെയിൻ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വാട്ട്? MA3B3. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, എന്തായിരിക്കും? ഇതാ CO ഉണ്ടാവും. നോക്കൂ, ആദ്യം നമുക്ക് മെറിഡോണൽ ഐസോമർ വരച്ച് നോക്കാം. എന്തായിരിക്കും? ഇതാ NH3 ഇങ്ങനെ വരും, അതേപോലെ NO2 ഇവിടെ ഉണ്ടാവും. ആൻഡ് വി ഹാവ് വാട്ട്? യെസ്, വി ഹാവ് 1 NO2 ഓവർ ഹിയർ ആൻഡ് അനദർ NO2 ഓവർ ഹിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി വിൽ ഹാവ് ലൈക്ക് ദിസ്, റൈറ്റ്? ഇതാ ഇതിനെയാണ് നമ്മൾ മെറിഡോണിയൽ ഐസോമർ എന്ന് വിളിക്കുന്നത്. ഇനി ഫേഷ്യൽ ഐസോമർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, ഇറ്റ് വിൽ ബി CONH3 ആൻഡ് വി വിൽ ഹാവ് വാട്ട്? NH3. ഓക്കെ, ഇനി എന്തായിരിക്കും? NO2 ആൻഡ് NO2. ഓക്കെ, യെസ്, സോ വി വിൽ ഹാവ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫേഷ്യൽ ഐസോമർ. ഫാക്ക് ഐസോമർ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് 2 കേസ് കാണിച്ചു തന്നു. അതായത് MA3B3യുടെ ഒരു കേസ് കാണിച്ചു തന്നു. അതേപോലെ ഞാൻ നിങ്ങൾക്ക് എന്ത് കാണിച്ചു തന്നിട്ടുണ്ട്? MA4B2. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫ് കോഴ്സ് MA6ഉം
MA5Bയും ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യത്തില്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ബൈഡെൻഡേറ്റ് ലിഗാൻഡിൻ്റെ ഒരു കേസ്. അതായത് MAA ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? AA എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്മട്രിക്കൽ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. സിമ്മട്രിക്കൽ ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇതെങ്ങനെ വരിക നോക്കിക്കോളൂ. ഇതാ MAA, ദിസ് ഇസ് MAA, ഇങ്ങനെ വരും അല്ലേ? ഇങ്ങനെ ഒന്ന് വരും, വിച്ച് ഇസ് ദി ട്രാൻസ് കോൺഫിഗറേഷൻ. ദിസ് ഇസ് ദി ട്രാൻസ് കോൺഫിഗറേഷൻ. ഇനി ഇവരുടെ സിസ് ആണെങ്കിലോ, സിസ് ആണെങ്കിൽ ഇങ്ങനെ വരും അല്ലേ? ഇതാ നമുക്ക് 6 ഇങ്ങനെ ഉണ്ടാവും അല്ലേ? 6 എണ്ണം ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, വി ഹാവ് ലൈക്ക് ദിസ്. ഓക്കെ, നൗ വി വിൽ ഹാവ് AA ആൻഡ് BB. നോക്കിക്കോളൂ, ഇവിടെ എന്തായിരിക്കും? ഇതെന്തായിരിക്കും? സിസ് കോൺഫിഗറേഷൻ ആയിരിക്കും. ദിസ് വിൽ ബി സിസ് കോൺഫിഗറേഷൻ ആയിരിക്കും. അപ്പോൾ MAA ട്വൈസ് B2 എന്തായിരിക്കും? 2 ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് COEN ട്വൈസ് CL2. EN എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്മട്രിക്കൽ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആയിരിക്കും അല്ലേ? സിമ്മട്രിക്കൽ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആയിരിക്കും. അപ്പോൾ ഇതേ കേസ് ആണല്ലേ? അപ്പോൾ എന്തായിരിക്കും? ദിസ് ഇസ് ആക്ച്വലി MAA ട്വൈസ് CL2 B2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? യെസ്, ദിസ് വിൽ ബി COEN. ഓക്കെ, ഇതെന്തായിരിക്കും? COEN ആയിരിക്കും. അതേപോലെ ഇവിടെ എന്തായിരിക്കും? COEN. ഓക്കെ, ആൻഡ് വി വിൽ ഹാവ് വോട്ട് CL2 ആസ് വെൽ. ഓക്കെ, ഇനി അടുത്തത് എന്തായിരിക്കും? ഇതെന്തായിരിക്കും? ഇത് ട്രാൻസ് കോൺഫിഗറേഷൻ ആയിരിക്കും. സിസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, ഇങ്ങനെ വരയ്ക്കുക. നൗ വി വിൽ ഹാവ് ഈസിലി നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ദി സിസ് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ 2 ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്കിങ്ങനെ എല്ലാ കോംപ്ലക്സിനും എന്ത് ചെയ്യാം? ജോമെട്രിക്കൽ ഐസോമറിസം വരച്ച് കണ്ടുപിടിക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സെഷൻ ഒരുപാട് ലെങ്ത് ആയി പോവും. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്യുകയാണ്. നമ്മൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ടേബിൾ സ്ക്വയർ പ്ലാനാറിൽ കണ്ടതുപോലെ ഒക്ടാഹെഡ്രൽ നോക്കൂ. MA6ഉം MA5Bയും എന്ത് ചെയ്യത്തില്ല? ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യത്തില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, MA4B2 എന്തായിരിക്കും? 2 എണ്ണം. ഈ B2യെ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്ത് എഴുതുക, BC. ഇനി ഇത് കഴിഞ്ഞല്ലോ, ഇനി എന്തായിരിക്കും? MA3B3. ഓക്കെ, പിന്നീട് ഈ B3യെ ഓപ്പൺ ചെയ്യുക, B2C. പിന്നെന്തായിരിക്കും? ഈ B2നെ ഓപ്പൺ ചെയ്യുക, BCD. ഇങ്ങനെ നമ്മൾ എഴുതി പോവുക. പിന്നെന്തായിരിക്കും? MA2B2C2. ഇനി MA2B2CD. പിന്നീട് എന്ത് ചെയ്യുക? ഈ B2നെ ഓപ്പൺ ചെയ്യുക, MA2BCDE. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക? എനെ ഓപ്പൺ ചെയ്യുക, MABCDEF. ഇങ്ങനെയാണ് ഇതിങ്ങനെ ആലോചിച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് ഇവരുടെ കോഡൊന്ന് നോക്കി നിങ്ങൾ. 222 3456 നോക്കൂ. 222 3456 915. ഇതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. 222 3456 915 എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? MA4B2ൽ നിന്നാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സാമിന് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതായത് നിങ്ങൾ വരയ്ക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ 15 ഐസോമറൊക്കെ എന്ത് ചെയ്യുക? ഇതൊന്നും വരച്ച് കണ്ടുപിടിക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവത്തില്ല അല്ലേ? അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് വെക്കണം കേട്ടോ. 15 ജോമെട്രിക്കൽ ഐസോമറിസം ആർക്കാണ്? എല്ലാ ലിഗാൻഡും ഡിഫറൻ്റ് ആണെങ്കിൽ, MABCDEF ആണെങ്കിൽ ഇതെത്രയായിരിക്കും? 15 ആയിരിക്കും. നമ്മുടെ സ്ക്വയർ പ്ലാനാറിൻ്റെ കേസിൽ MABCD ആണെങ്കിലോ? യെസ്, 3 എണ്ണമായിരുന്നു. ഇതും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി MAA ട്വൈസ് B2 ഇത് നമ്മൾ കണ്ടതാണ്, 2 ആണ്. ഓക്കെ, ഇനി ഈ B2നെ എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്ത് എഴുതുക, BC. അതായത് ഡിഫറൻ്റ് ആയിട്ട് എഴുതുക. ഓപ്പൺ ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ട് എഴുതുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2 ലിഗാൻഡ് സെയിം ആയിരുന്നു, ഇവിടെ എന്ത് ചെയ്യുക? ഡിഫറൻ്റ് ആക്കുക. അപ്പോഴും 2 എണ്ണേ. പിന്നെ MAB ത്രൈസ് എന്താണ്? 2 ആണ്. MAA ത്രൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നോ ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്തായിരിക്കും? ഇവിടെയും എന്താണ്? 222. ഓക്കെ, 222 3456 915 222 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. യെസ്, MAA ത്രൈസ്, അതായത് ലെറ്റ്സ് സേ ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ ആണെന്ന് വിചാരിച്ചോ. COEN ത്രൈസ് 3+. ഓക്കെ, EN എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്മട്രിക്കൽ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് അല്ലേ? ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ. യെസ്, CO ഇങ്ങനെ വരും അല്ലേ? ദിസ് വിൽ ബി ലൈക്ക് ദിസ്.
എൻ എൻ എൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെന്ത് ചെയ്യത്തില്ല, നിങ്ങൾ വരച്ചു നോക്കൂ, ദർ വിൽ ബി നോ ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇവരെന്ത് ചെയ്യത്തില്ല, ദേ ഡു നോട്ട് എക്സിബിറ്റ് ജിയോമെട്രിക്കൽ ഐസോമറിസം. പക്ഷേ ഇവരെന്ത് ചെയ്യും, ഒപ്റ്റിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യും. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവർ ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യത്തില്ല, പക്ഷേ ഇവരെന്ത് ചെയ്യും, ഒപ്റ്റിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത സെഷനിൽ നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം, ഒപ്റ്റിക്കൽ ഐസോമറിസം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.